നമസ്കാരം. നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ ക്ലാസ്സാണ് PO ഗൈഡ് പാർട്ട് 1ലെ ആദ്യത്തെ പോർഷൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ MDS, പോസ്റ്റ്മാൻ, പോസ്റ്റൽ അസിസ്റ്റൻസ് തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിനും കോമൺ ആയിട്ടുള്ള സെക്ഷനാണ് ഈ PO ഗൈഡ് പാർട്ട് 1 എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ടു PO ഗൈഡ് പാർട്ട് 1. അപ്പോൾ PO ഗൈഡ് ഈസ് ദി ഒഫീഷ്യൽ റൂൾ ബുക്ക് ഡിസൈൻഡ് ഫോർ ബോത്ത് ഇന്ത്യ പോസ്റ്റ് സ്റ്റാഫ് ആൻഡ് ദി ജനറൽ പബ്ലിക്. അപ്പോൾ എന്താണ് PO ഗൈഡ്? PO ഗൈഡ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഗൈഡ് എന്ന് പറയുന്നത് ഇന്ത്യ പോസ്റ്റ് സ്റ്റാഫിനും അതുപോലെ തന്നെ ജനറൽ പബ്ലിക്, അതായത് പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഒഫീഷ്യൽ റൂൾ ബുക്കാണ്. അപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ ഓപ്പറേഷണൽ റൂൾസ്, റെഗുലേഷൻസ് അതുപോലെ തന്നെ സർവീസ് സ്റ്റാൻഡേർഡ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് PO ഗൈഡിൽ ഉള്ളത്. പ്രൈമറി ഒബ്ജക്റ്റീവ് ടു സ്റ്റാൻഡേർഡൈസ് റൂൾസ്, സർവീസസ് ആൻഡ് ഓപ്പറേഷണൽ പ്രൊസീജിയേഴ്സ് അക്രോസ് ദി കൺട്രി. അപ്പോൾ എന്താണ് ഈ ഗൈഡിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്? പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് റൂൾസ്, സർവീസസ് ആൻഡ് ഓപ്പറേഷണൽ പ്രൊസീജിയേഴ്സ് ഇവയെല്ലാം രാജ്യത്തുടനീളം ഏകീകൃതമാക്കുക, അതായത് ഒരേ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും ജീവനക്കാർക്കും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് സേവനങ്ങളെയും നിയമങ്ങളെയും കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നൽകുക എന്നതും കൂടിയാണ് പോസ്റ്റ് ഓഫീസ് ഗൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. PO ഗൈഡിനെ 4 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇൻലൻഡ് പോസ്റ്റ്, അതായത് ഇന്ത്യക്കുള്ളിലെ പോസ്റ്റൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ PO ഗൈഡ് പാർട്ട് 1 കൊടുത്തിട്ടുള്ളത്. PO ഗൈഡ് പാർട്ട് 1 ഈസ് ഓർഗനൈസ്ഡ് ഇൻറ്റു 7 ഫങ്ഷണൽ സെക്ഷൻസ്. അപ്പോൾ PO ഗൈഡ് പാർട്ട് 1നെ 7 സെക്ഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1 ജനറൽ, 2 ലെറ്റർ ആൻഡ് പാഴ്സൽ പോസ്റ്റ്, 3 ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ്, 4 പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾസ്, 5 മണി ഓർഡേഴ്സ്, 6 ഫിലാറ്റലി, 7 PLI. അപ്പോൾ ഈ 7 സെക്ഷനുകളാണ് PO ഗൈഡ് പാർട്ട് 1 അപ്പോൾ ഓരോ സെക്ഷനിലും മൾട്ടിപ്പിൾ ക്ലോസസ് ഉണ്ടാവും. 7 സെക്ഷനിലും കൂടി മൊത്തം 273 ക്ലോസുകളാണ് നമുക്ക് PO ഗൈഡ് പാർട്ട് 1 ഉള്ളത്. ഇതിൽ ജനറൽ എന്ന് പറയുന്ന സെക്ഷനിൽ ആദ്യത്തെ 4 ക്ലോസുകളാണ് ഓർഗനൈസേഷൻ എന്ന ടോപ്പിക്കിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ക്ലോസ് നമ്പർ 1 കൺട്രോൾ എന്ന് പറയുന്ന ക്ലോസ്, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ PO ഗൈഡ് ഒഫീഷ്യൽ വെർഷൻ അവസാനമായിട്ട് അപ്ഡേറ്റ് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്തത് 1985 അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിലൊക്കെ തന്നെ നിലവിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് 2024 പോസ്റ്റ് ഓഫീസ് റെഗുലേഷൻസിൽ വളരെ വലിയ ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും തന്നെ ഒറിജിനൽ PO ഗൈഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എന്നാലും എക്സാമിന് പഠിക്കുമ്പോൾ ഈ ചേഞ്ചസ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഇന്ത്യ പോസ്റ്റിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഗവേണൻസ് ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് ഫങ്ഷൻസ് ആസ് എ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അഥവാ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ത്യ പോസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം. അപ്പോൾ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് ശ്രീ ജ്യോതിരാദിത്യ M സിന്ധ്യ. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻസ് ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനി. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് വരുന്ന മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ തലവൻ എന്ന് പറയുന്നത് കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് മന്ത്രിയാണ്. നിലവിൽ ശ്രീ ജ്യോതിരാദിത്യ M സിന്ധ്യയാണ് നമ്മുടെ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ, അതായത് വാർത്താവിനിമയ വകുപ്പിൻ്റെ സഹമന്ത്രി എന്ന് പറയുന്നത് ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനിയാണ്. ഇത് 2026 ജനുവരിയിലെ സ്റ്റാറ്റസാണ്. ഇതിൽ ചേഞ്ചസ് വരുന്നതനുസരിച്ചിട്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നിലവിലെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും അതുപോലെ കേന്ദ്ര സഹമന്ത്രി എന്ന് പറയുന്നത് ചന്ദ്രശേഖർ പെമ്മസാനിയാണെന്ന് ഓർക്കുക. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പോസ്റ്റ് ഈസ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ DG ഓഫ് പോസ്റ്റാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ ഓപ്പറേഷൻസ്, പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇതെല്ലാം DG പോസ്റ്റിൻ്റെ കൺട്രോളിലായിരിക്കും. നിലവിൽ ശ്രീ ജിതേന്ദ്ര ഗുപ്തയാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോസ്റ്റ്. ഡയറക്ടർ ജനറൽ പോലെ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സെക്രട്ടറി കൂടി ഉണ്ടാവും. അപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക, അതുപോലെ തന്നെ പോളിസി റിലേറ്റഡ് ഡിസിഷൻസ് ഇതെല്ലാം സെക്രട്ടറി ഓഫ് പോസ്റ്റിൻ്റെ പരിധിയിലായിരിക്കും വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റിനെ ഗവേൺ ചെയ്യുന്നു, അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റിനെ റൺ ചെയ്യുന്നു എന്ന് ഓർക്കുക. മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി
സെക്രട്ടറി ഒരു പോളിസി അല്ലെങ്കിൽ ഒരു റൂൾ ഉണ്ടാക്കുന്നു, DG അഥവാ ഡയറക്ടർ ജനറൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്ന രീതിക്ക് ഓർത്ത് വെച്ചാൽ മതിയാവും. അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സ് ഡാക് ഭവൻ, ന്യൂഡൽഹി. അപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ ഡാക് ഭവനാണ്. അപ്പോൾ ഇവിടുത്തെ പിൻകോഡാണ് കൊടുത്തിരിക്കുന്നത് 110001 ആണ് ഡാക് ഭവൻ്റെ പിൻകോഡ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് ബോഡി ദി പോസ്റ്റൽ സർവീസസ് ബോർഡ് ഈസ് ദി ഹയസ്റ്റ് എക്സിക്യൂട്ടീവ് അതോറിറ്റി. ഇറ്റ് ഈസ് ചെയർഡ് ബൈ ദി സെക്രട്ടറി ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്. അപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പെക്സ് ബോഡി അല്ലെങ്കിൽ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയെ പറയുന്ന പേരാണ് പോസ്റ്റൽ സർവീസസ് ബോർഡ് അഥവാ PSB. അപ്പോൾ ഈ PSBയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് പോസ്റ്റ് ആയിരിക്കും. ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് PSB ആയിരിക്കും. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. പോസ്റ്റൽ സർവീസസ് ബോർഡ്. PSB കംപ്രൈസസ് ഓഫ് പോസ്റ്റൽ സർവീസസ് ബോർഡിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ ബോർഡിൽ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ചെയർപേഴ്സൺ ഓഫ് ദി ബോർഡ് സെക്രട്ടറി ഓഫ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്രട്ടറി ഓഫ് പോസ്റ്റ് തന്നെയായിരിക്കും PSBയുടെ ചെയർപേഴ്സൺ. സെക്രട്ടറി ഓഫ് ദി ബോർഡ് സീനിയർ സ്റ്റാഫ് ഓഫീസർ ഫ്രം ദി ഡയറക്ടറേറ്റ്. അപ്പോൾ സെക്രട്ടറി ഓഫ് ദി ബോർഡ് അതായത് PSBയുടെ സെക്രട്ടറി, ആദ്യം പറഞ്ഞത് PSBയുടെ ചെയർമാനാണ്, അത് സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആയിരിക്കും. ഇവിടെ PSBയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് സീനിയർ സ്റ്റാഫ് ഓഫീസർ, പോസ്റ്റൽ ഡയറക്ടറേറ്റിലെ ഒരു മുതിർന്ന സ്റ്റാഫ് ഓഫീസർ ആയിരിക്കും PSBയുടെ സെക്രട്ടറി എന്ന് പറയുന്നത്. 2 പെർമനൻറ്റ് ഇൻവൈറ്റീസ്. അപ്പോൾ അഡീഷണൽ സെക്രട്ടറി ആൻഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ ആൻഡ് ഡയറക്ടർ ജനറൽ ഓഫ് പോസ്റ്റ്. പെർമനൻറ്റ് ഇൻവൈറ്റീസ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പോസ്റ്റൽ സർവീസ് ബോർഡിൻ്റെ എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യാൻ അർഹതയുള്ള 2 പേരാണ് ഉള്ളത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് അഡീഷണൽ സെക്രട്ടറി ആൻഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ, AS&FA എന്ന് ചുരുക്കി പറയും. അപ്പോൾ ഇത് 2 പോസ്റ്റല്ല, ഒരൊറ്റ പോസ്റ്റാണ് ഈ AS&FA എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു പെർമനൻറ്റ് ഇൻവൈറ്റി എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആയിരിക്കും. അപ്പോൾ AS&FAയും ഡയറക്ടർ ജനറലുമാണ് PSBയുടെ പെർമനൻറ്റ് ഇൻവൈറ്റീസ്. അപ്പോൾ ഈ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുൻപ് പല സർക്കിളുകളിലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സാധാരണ AS&FA മാത്രമേ ഓപ്ഷനിൽ ഉണ്ടാവാറുള്ളൂ, DG പോസ്റ്റ് ഓപ്ഷനിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ഇവർ 2 പേരും പെർമനൻറ്റ് ഇൻവൈറ്റീസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒരു ചെയർമാൻ, ഒരു സെക്രട്ടറി, 2 പെർമനൻറ്റ് ഇൻവൈറ്റീസ്. അടുത്തത് 7 ബോർഡ് മെമ്പേഴ്സ്. അപ്പോൾ പോസ്റ്റൽ സർവീസസ് ബോർഡിൽ 7 മെമ്പേഴ്സാണുള്ളത്. ഓരോരുത്തരും ഓരോ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഓരോ വകുപ്പുകളായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ അവർ ടീം എന്ന പേജ് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്നും എന്തൊക്കെയാണ് അവരുടെ പോർട്ട്ഫോളിയോസ് എന്നും നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 പേര് അത് ആരൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ക്യാബിനറ്റ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, സെക്രട്ടറി ഓഫ് പോസ്റ്റ് ആൻഡ് ഡയറക്ടർ ജനറൽ ഓഫ് പോസ്റ്റ്. അപ്പോൾ ഇത് ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്നും എടുത്തിട്ടുള്ളൊരു സ്ക്രീൻഷോട്ടാണ്. എക്സാം എഴുതുന്നതിന് മുമ്പ് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേരുകൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്താൻ ശ്രദ്ധിക്കുക. ഇനി പോസ്റ്റൽ സർക്കിൾസ് ആൻഡ് ഹൈറാർക്കി. ദി കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 23 പോസ്റ്റൽ സർക്കിൾസ്. അപ്പോൾ ഇന്ത്യ മൊത്തം 23 പോസ്റ്റൽ സർക്കിളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദി ഹൈറാർക്കി ഫ്രം ടോപ്പ് ടു ബോട്ടം ഈസ്, ഹൈറാർക്കി അല്ലെങ്കിൽ ഔദ്യോഗിക ശ്രേണി, അപ്പോൾ ഏറ്റവും മുകളിൽ ഉള്ള അതോറിറ്റി മുതൽ താഴേക്കാണ് കൊടുത്തിരിക്കുന്നത്. സർക്കിൾ ഹെഡഡ് ബൈ ദി ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓർ CPMG. അപ്പോൾ രാജ്യത്ത് 23 സർക്കിളുകളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓരോ സർക്കിളുകളുടെയും ഹെഡ് അല്ലെങ്കിൽ തലവൻ എന്ന് പറയുന്നത് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അല്ലെങ്കിൽ CPMG ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളം എന്ന് പറയുന്ന ഒരു പോസ്റ്റൽ സർക്കിളാണ്. അപ്പോൾ ഈ സർക്കിൾ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ആയിരിക്കും. എക്സാം സമയത്ത് കേരള CPMG ആരാണെന്ന് കൂടി വെബ്സൈറ്റ് റെഫർ ചെയ്ത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് റീജിയൻ ഹെഡഡ് ബൈ ദി പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓർ PMG. അപ്പോൾ സർക്കിളിൻ്റെ തൊട്ട് താഴെ വരുന്ന യൂണിറ്റുകളാണ് റീജിയൻസ് എന്ന് പറയുന്നത്. അതായത് ഓരോ സർക്കിളിനെയും ഡിഫറെൻറ്റ് റീജിയൻസ് ആയിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള സർക്കിൾ തന്നെ വീണ്ടും നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 റീജിയനുകളാണുള്ളത്. സതേൺ റീജിയൻ, സെൻട്രൽ റീജിയൻ, അതുപോലെ തന്നെ നോർത്തേൺ റീജിയൻ. അപ്പോൾ ഈ റീജിയനുകളുടെ ഹെഡ് എന്ന് പറയുന്നത് PMG അല്ലെങ്കിൽ പോസ്റ്റ് മാസ്റ്റർ ജനറൽസ് ആയിരിക്കും. നെക്സ്റ്റ് ഡിവിഷൻ ഹെഡഡ് ബൈ എ സൂപ്രണ്ട് ഓർ സീനിയർ സൂപ്രണ്ട്. അപ്പോൾ റീജിയനുകളെ വീണ്ടും നമ്മൾ ഡിവിഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിവിഷൻ്റെ ഹെഡ് എന്ന് പറയുന്നത് സൂപ്രണ്ട് അല്ലെങ്കിൽ സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ആയിരിക്കും. അപ്പോൾ സബ് ഡിവിഷൻ, അടുത്തത് സബ് ഡിവിഷനാണ് ഹെഡഡ് ബൈ ആൻ അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് ASP ഓർ ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റ് IP.
ഇപ്പോൾ ഡിവിഷനുകളെ സബ് ഡിവിഷനുകളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റ് ആയിരിക്കും സബ് ഡിവിഷനുകളുടെ ഹെഡ് അല്ലെങ്കിൽ ഇൻചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ ഡയറക്ടർ ജനറൽ, അതിന് താഴെ CPMG, PMG, SSP ഓർ SP, ASP ഓർ IP. അപ്പോൾ ഇങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ ഹൈറാർക്കി എന്ന് പറയുന്നത്. ജുറിസ്ഡിക്ഷൻ ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഇന്ത്യയിൽ 23 സർക്കിളുകളും ഓരോ സർക്കിളിലും ഉൾപ്പെടുന്ന പ്രദേശങ്ങളും ഓരോ സർക്കിളിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് ആൻഡ് യാനം. അപ്പോൾ ഈ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റും അതുപോലെ യാനം എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. പുതുച്ചേരിയുടെ അണ്ടറിൽ വരുന്ന യൂണിയൻ ടെറിട്ടറിയാണ് യാനം എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രദേശങ്ങളും കൂടി ചേർന്നതാണ് ആന്ധ്രാപ്രദേശ് പോസ്റ്റൽ സർക്കിളായിട്ട് വരുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വിജയവാഡയാണ്. അസം ആകുമ്പോൾ അസം സ്റ്റേറ്റ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഗുവാഹട്ടിയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ബീഹാറിൽ ജുറിസ്ഡിക്ഷനിൽ വരുന്ന ബീഹാർ മാത്രമാണ്. പട്നയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഛത്തീസ്ഗഡ് ആണെങ്കിൽ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ആണ് അതിൻ്റെ ജുറിസ്ഡിക്ഷനിൽ വരുന്നത്. റായ്പൂറാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഡൽഹിയുടെ കാര്യത്തിൽ ഡൽഹി മാത്രം ഒരു ജുറിസ്ഡിക്ഷനാണ്. ന്യൂഡൽഹിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അതുപോലെ ഗുജറാത്ത് സ്റ്റേറ്റ് ദമൻ ആൻഡ് ദിയു, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ഈ രണ്ട് യൂണിയൻ ടെറിട്ടറീസും കൂടെ ചേർന്നതാണ് ഗുജറാത്ത് സർക്കിൾ എന്ന് പറയുന്നത്. അഹമ്മദാബാദാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഹരിയാന സ്റ്റേറ്റാണ് വരുന്നത്. അംബാലയാണ്, അംബാല കണ്ടോൺമെൻറ്റാണ് ഹരിയാനയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശ് ആകുമ്പോൾ ഹിമാചൽ പ്രദേശ് എന്ന സ്റ്റേറ്റും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഷിംലയാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് രണ്ട് യൂണിയൻ ടെറിട്ടറീസാണ്. രണ്ടും കൂടി ചേർന്നതാണ് ജമ്മു കാശ്മീർ പോസ്റ്റൽ സർക്കിൾ. ശ്രീനഗറാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ജാർഖണ്ഡ് ആകുമ്പോൾ ജാർഖണ്ഡ് സ്റ്റേറ്റാണ്. റാഞ്ചിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. കർണാടക സർക്കിൾ എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റാണ് വരുന്നത്. ബംഗളൂരു ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. കേരള സർക്കിൾ ആകുമ്പോൾ കേരളം, അതുപോലെ തന്നെ മാഹി, പിന്നെ ലക്ഷദ്വീപ്, ഈ രണ്ട് യൂണിയൻ ടെറിട്ടറീസും കൂടെ ചേർന്നിട്ടാണ് കേരള സർക്കിൾ വരുന്നത്. ട്രിവാൻഡ്രമാണ് നമ്മുടെ സർക്കിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ പിൻകോഡ് എന്ന് പറയുന്നത് 695033 ആണ്. മധ്യപ്രദേശ് ആകുമ്പോൾ മധ്യപ്രദേശ് സ്റ്റേറ്റ് ഭോപ്പാലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. മഹാരാഷ്ട്രയും ഗോവയും രണ്ട് സംസ്ഥാനങ്ങളാണ് ഈ മഹാരാഷ്ട്ര സർക്കിളിൽ വരുന്നത്. മുംബൈയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. നോർത്ത് ഈസ്റ്റേൺ സർക്കിളിൽ 6 സ്റ്റേറ്റ്സ് ചേർന്നിട്ടാണ് നോർത്ത് ഈസ്റ്റേൺ സർക്കിൾ വരുന്നത്. അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഷില്ലോങ് ആണ്. ഒറീസയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഭുവനേശ്വർ. അതുപോലെ പഞ്ചാബ് അതുപോലെ ചണ്ഡീഗഡ്, യൂണിയൻ ടെറിട്ടറിയായ ചണ്ഡീഗഡും വരുന്നുണ്ട്. ചണ്ഡീഗഡ് തന്നെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. രാജസ്ഥാൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജയ്പൂർ. തമിഴ്നാടും പോണ്ടിച്ചേരിയും വരുന്നുണ്ട്. ചെന്നൈയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. തെലങ്കാനയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. ഉത്തർപ്രദേശിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലക്നൗ. ഉത്തരാഖണ്ഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡെറാഡൂൺ. വെസ്റ്റ് ബംഗാളും സിക്കിമും രണ്ട് സ്റ്റേറ്റും, അതുപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഒരു യൂണിയൻ ടെറിട്ടറിയും കൂടെ ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ചില സർക്കിളുകളിൽ ആ ഒരു സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാവൂ, പക്ഷേ ചില സർക്കിളുകളിൽ ഒന്നിലധികം സ്റ്റേറ്റുകളോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളോ ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള സർക്കിൾസുകൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. സർക്കിൾസ് കവറിങ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ആൻഡ് യൂട്ടീസ്. അപ്പോൾ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് കവർ ചെയ്യുന്ന പോസ്റ്റൽ സർക്കിൾസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആന്ധ്രാപ്രദേശ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആന്ധ്രാപ്രദേശ് എന്ന സ്റ്റേറ്റും യാനം എന്ന യൂണിയൻ ടെറിട്ടറിയും കൂടി ചേർന്ന സർക്കിളാണ് ആന്ധ്രാപ്രദേശ് പോസ്റ്റൽ സർക്കിൾ. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വിജയവാഡയാണ്. ആന്ധ്രാപ്രദേശിൻ്റെയും തെലങ്കാനയുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് തമ്മിൽ തിരിഞ്ഞു പോകരുത്. തെലങ്കാന സർക്കിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെ വിജയവാഡയാണ്. പലർക്കും ഇത് തമ്മിൽ മാറിപ്പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. അടുത്തത് ഗുജറാത്ത് സർക്കിളാണ്. ഗുജറാത്ത് സർക്കിളിൻ്റെ ജുറിസ്ഡിക്ഷനിൽ ഗുജറാത്ത് സ്റ്റേറ്റ് മുഴുവനായിട്ടും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ദമൻ ആൻഡ് ദിയു, ദാദ്ര ആൻഡ് നാഗർ ഹവേലി കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം ചേർന്നതാണ് ഗുജറാത്ത് പോസ്റ്റൽ സർക്കിൾ. അഹമ്മദാബാദാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ജമ്മു ആൻഡ് കാശ്മീരാണ്. ശ്രീനഗറാണ് ജമ്മു ആൻഡ് കാശ്മീർ പോസ്റ്റൽ സർക്കിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ അതുപോലെ തന്നെ ലഡാക്ക് എന്നീ രണ്ട് യൂണിയൻ ടെറിട്ടറീസാണ് ഈ സർക്കിളിൻ്റെ ജുറിസ്ഡിക്ഷനിൽ വരുന്നത്. അടുത്തത്
നമ്മുടെ കേരള സർക്കിളാണ്. കേരള സംസ്ഥാനം അതുപോലെ തന്നെ ലക്ഷദ്വീപ്, മാഹി എന്നീ 2 യൂണിയൻ ടെറിട്ടറീസാണ് കേരള സർക്കിളിനുള്ളിൽ വരുന്നത്. തിരുവനന്തപുരമാണ് സർക്കിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അടുത്തത് മഹാരാഷ്ട്ര സർക്കിൾ. മഹാരാഷ്ട്ര, ഗോവ എന്നീ 2 സ്റ്റേറ്റുകളാണ് ഈ മഹാരാഷ്ട്ര സർക്കിളിനുള്ളിൽ വരുന്നത്. മുംബൈ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. നോർത്ത് ഈസ്റ്റിലെ 6 സ്റ്റേറ്റുകൾ ഒരുമിച്ച് ഒരു പോസ്റ്റൽ സർക്കിളിൻ്റെ ജുറിസ്ഡിക്ഷനിലാണ് വരുന്നത്. അതാണ് നോർത്ത് ഈസ്റ്റേൺ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ്? അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ് ആൻഡ് ത്രിപുര. അപ്പോൾ ഈ 6 സംസ്ഥാനങ്ങൾ ചേർത്തുകൊണ്ടുള്ള സർക്കിളാണ് നോർത്ത് ഈസ്റ്റേൺ സർക്കിൾ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് മേഘാലയയുടെ ക്യാപിറ്റലായിട്ടുള്ള ഷില്ലോങ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർത്ത് ഈസ്റ്റേൺ സർക്കിൾ എന്ന് പറയുന്നത് 6 സ്റ്റേറ്റ്സ് ചേർന്നിട്ടുള്ളതാണ്. ഷില്ലോങ് ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അടുത്തത് പഞ്ചാബ് സ്റ്റേറ്റിൻ്റെ കൂടെ ചണ്ഡീഗഡ് എന്ന യൂണിയൻ ടെറിട്ടറി കൂടി ചേർത്തിട്ടുള്ളതാണ് പഞ്ചാബ് സർക്കിൾ. ചണ്ഡീഗഡ് തന്നെയാണ് പഞ്ചാബ് സർക്കിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തമിഴ്നാട് സർക്കിൾ. തമിഴ്നാടും അതുപോലെ തന്നെ പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി എന്ന യൂണിയൻ ടെറിട്ടറി കൂടി ചേർന്നിട്ടുള്ള സർക്കിളാണ് തമിഴ്നാട് സർക്കിൾ. ചെന്നൈയാണ് തമിഴ്നാട് സർക്കിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവസാനമായിട്ട് വെസ്റ്റ് ബംഗാൾ സർക്കിൾ. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. പലതവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള പോയിൻ്റുമാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാൾ സർക്കിളിൽ വെസ്റ്റ് ബംഗാൾ, സിക്കിം എന്നിങ്ങനെ 2 സ്റ്റേറ്റുകളും അതുപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന യൂണിയൻ ടെറിട്ടറിയും കൂടി ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 3 പ്രദേശങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ് വെസ്റ്റ് ബംഗാൾ സർക്കിൾ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊൽക്കത്തയിലാണ്. അപ്പോൾ ഈ ടേബിളിൽ ഉള്ള ഓരോ സർക്കിളിൻ്റെയും ജുറിസ്ഡിക്ഷനും ഹെഡ് ക്വാർട്ടേഴ്സും വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. അടുത്തത് റെയിൽവേ മെയിൽ സർവീസ് അല്ലെങ്കിൽ RMS. പാരലൽ ടു ദി പോസ്റ്റ് ഓഫീസ് ഡിവിഷൻസ് ദെയർ ആർ RMS ഡിവിഷൻസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പോർട്ടിംഗ് മെയിൽ. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച് ഓരോ പോസ്റ്റൽ സർക്കിളുകളെയും പല പല പോസ്റ്റൽ ഡിവിഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പോസ്റ്റ് ഓഫീസുകളെല്ലാം ഈ പോസ്റ്റൽ ഡിവിഷനുകളുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഈ ഡിവിഷനുകൾക്ക് പാരലായിട്ട് ഓരോ സർക്കിളിലും RMS അല്ലെങ്കിൽ റെയിൽവേ മെയിൽ സർവീസ് ഡിവിഷനുകളും ഉണ്ടാവും. അപ്പോൾ എന്താണ് RMS? പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും മെയിൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സെപ്പറേറ്റ് വിങ് ആണ് ഈ RMS എന്ന് പറയുന്നത്. ദീസ് ആർ ഹെഡഡ് ബൈ സൂപ്രണ്ട്സ് ഓർ സീനിയർ സൂപ്രണ്ട്സ് ഓഫ് RMS. അപ്പോൾ പോസ്റ്റൽ ഡിവിഷനുകളുടെ ഹെഡ് എന്ന് പറയുന്നത് സൂപ്രണ്ട് അല്ലെങ്കിൽ സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസസ് എന്നതുപോലെ തന്നെ RMS ഡിവിഷൻ്റെ ഹെഡ് എന്ന് പറയുന്നത് സൂപ്രണ്ട് അല്ലെങ്കിൽ സീനിയർ സൂപ്രണ്ട് ഓഫ് RMS ആയിരിക്കും. അപ്പോൾ RMS ഈസ് ദി വിങ് ഓഫ് ഇന്ത്യ പോസ്റ്റ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പോർട്ടിംഗ്, കളക്ടിംഗ്, സോർട്ടിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് മെയിൽ ത്രൂ റെയിൽ, റോഡ്, റിവർ ആൻഡ് എയർ റൂട്ട്സ്, എൻഷുറിംഗ് ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ഓഫ് മെയിൽസ് ബിറ്റ്വീൻ പോസ്റ്റ് ഓഫീസസ്. അപ്പോൾ RMSൻ്റെ ഫങ്ഷൻസ് എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ദി വിങ് ഓഫ് ഇന്ത്യ പോസ്റ്റ്. ഇത് ഇന്ത്യ പോസ്റ്റിൻ്റെ ഒരു സെപ്പറേറ്റ് വിങ് ആണ്. എന്താണ് ഇതിൽ ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടിങ്, കളക്ടിങ്, സോർട്ടിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് മെയിൽ. അതായത് മെയിലിനെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഒരിടത്ത് നിന്ന് മറ്റിടത്തേക്ക് കൊണ്ടുപോവുക, അതുപോലെ തന്നെ കളക്ടിങ്, പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് മെയിൽ കളക്ട് ചെയ്യുക, അത് സോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ അതിനെ പോസ്റ്റ് ഓഫീസുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതൊക്കെയാണ് RMS ഡിവിഷൻസിൻ്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ത്രൂ റെയിൽ, റോഡ്, റിവർ ആൻഡ് എയർ റൂട്ട്സ്. ഇപ്പോൾ പേരിൽ റെയിൽവേ മെയിൽ സർവീസ് എന്നാണെങ്കിലും റെയിൽവേ വഴി മാത്രമല്ല മെയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. റോഡ് വഴിയും റിവർ വഴിയും എയർ വഴിയും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ കളക്റ്റീവ്ലിയാണ് റെയിൽവേ മെയിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്ന ഒഴികെ മെയിൽ കളക്ഷൻ മുതൽ അത് ഡിസ്ട്രിബ്യൂഷൻ പോസ്റ്റ് ഓഫീസുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരെ RMS ഡിവിഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. കേരള സർക്കിളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 RMS ഡിവിഷൻസ് ആണ് ഉള്ളത്. 1 ട്രിവാൻഡ്രം, 2 എറണാകുളം, 3 കാലിക്കറ്റ് RMS. അപ്പോൾ ഈ 3 ഡിവിഷനുകളാണ് കേരള സർക്കിളിൻ്റെ എൻ്റയർ മെയിൽ മൂവ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അടുത്തത് ആർമി പോസ്റ്റൽ സർവീസ് അല്ലെങ്കിൽ APS. ആർമി പോസ്റ്റൽ സർവീസ് ഈസ് എ ബേസ് സർക്കിൾ ഓഫ് ഇന്ത്യ പോസ്റ്റ്. അപ്പോൾ ആർമി പോസ്റ്റൽ സർവീസ് അറിയപ്പെടുന്നത് ബേസ് സർക്കിൾ എന്നാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു മീറ്റ് ദി പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ നീഡ്സ് ഓഫ് ദി ആംഡ് ഫോഴ്സസ്. അപ്പോൾ ഈ APS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്, അതായത് ആർമി, നേവി, അതുപോലെ തന്നെ എയർഫോഴ്സ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് പോസ്റ്റൽ സർവീസാണ്. അപ്പോൾ ആംഡ് ഫോഴ്സസിൽ വർക്ക് ചെയ്യുന്നവരുടെ കമ്മ്യൂണിക്കേഷൻ നീഡ്സിന് വേണ്ടിയാണ് APS പ്രവർത്തിക്കുന്നത്. APS ഫങ്ഷൻസ് ഇൻ അഡീഷൻ ടു ദി 23 പോസ്റ്റൽ സർക്കിൾസ് ഓഫ് ഇന്ത്യ പോസ്റ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഇന്ത്യ പോസ്റ്റിനെ 23 സർക്കിൾസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന്. ഇത് കൂടാതെ ഒരു സെപ്പറേറ്റ് സർക്കിളായിട്ടാണ് ഈ ബേസ് സർക്കിൾ പ്രവർത്തിക്കുന്നത്. അതായത് ബേസ് സർക്കിൾ എന്ന് പറയുന്നത് 24ാമത്തെ സർക്കിളല്ല, ഒരു എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് സർക്കിൾ ആയിട്ടാണ് ഈ ബേസ് സർക്കിൾ പ്രവർത്തിക്കുന്നത്.
ഇറ്റ് വർക്ക്സ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ അണ്ടറിലാണെങ്കിൽ ആർമി പോസ്റ്റൽ സർവീസ് അല്ലെങ്കിൽ APS എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ APSൻ്റെ പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആയിരിക്കും. ഫോംഡ് ഇൻ 1856. അപ്പോൾ 1856 ആർമി പോസ്റ്റൽ സർവീസ് ഫോം ചെയ്തത് അല്ലെങ്കിൽ നിലവിൽ വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് സേന ഡാക് ഭവൻ, ന്യൂഡൽഹി. അപ്പോൾ APSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അറിയപ്പെടുന്നത് സേന ഡാക് ഭവൻ എന്നാണ്. ഇത് ഡൽഹിയിൽ തന്നെയാണ്. പിൻകോഡ് എന്ന് പറയുന്നത് 111001 ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് അഡീഷണൽ ഡയറക്ടർ ജനറൽ APS. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇന്ത്യ പോസ്റ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഡയറക്ടർ ജനറൽ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആർമി പോസ്റ്റൽ സർവീസ് അല്ലെങ്കിൽ APSൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് അഡീഷണൽ ഡയറക്ടർ ജനറലാണ്. അഡീഷണൽ ഡയറക്ടർ ജനറൽ APS. അപ്പോൾ റാങ്ക് ഓഫ് ഹെഡ് മേജർ ജനറൽ. അപ്പോൾ ഈ അഡീഷണൽ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്ന ആംഡ് ഫോഴ്സസിലെ മേജർ ജനറൽ റാങ്കിലുള്ള ഒരു ഓഫീസറായിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ചോദിച്ചിട്ടുണ്ട് മുമ്പ്. APS ഓഫീസർ കേഡർ കൺസിസ്റ്റ് ഓഫ് ഓഫീസേഴ്സ് ഓൺ ഡെപ്യൂട്ടേഷൻ ഫ്രം സിവിൽ പോസ്റ്റ്. അപ്പോൾ ആർമി പോസ്റ്റൽ സർവീസസിലെ ഓഫീസർ കേഡർ അല്ലെങ്കിൽ ഓഫീസർ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ സിവിൽ പോസ്റ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിലുള്ളവരായിരിക്കും. അപ്പോൾ അതായത് ഇവരൊന്നും തന്നെ പെർമനൻ്റ് ആയിട്ട് ആർമിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കില്ല. ഡെപ്യൂട്ടേഷനിൽ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് APSലേക്ക് അയക്കപ്പെട്ടവരായിരിക്കും. അപ്പോൾ അവരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി കഴിയുമ്പോൾ അവർ സിവിൽ പോസ്റ്റിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരും. 75% ഓഫ് അതർ റാങ്ക്സ് ആർ ഡ്രോൺ ഫ്രം ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്. അപ്പോൾ ഓഫീസർ കേഡറിലാണ് സിവിൽ പോസ്റ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ ഉള്ളവർ വർക്ക് ചെയ്യുന്നത് 100%. മറ്റ് കേഡറുകളിൽ അങ്ങനെയല്ല. മറ്റ് കേഡറുകളുടെ കാര്യത്തിൽ 75% ഓഫ് അതർ റാങ്ക്സ്, അതായത് ഓഫീസർ കേഡർ ഒഴികെയുള്ള മറ്റെല്ലാ കേഡറുകളിലും ഉള്ള പോസ്റ്റുകളുടെ 75% ആൾക്കാരെ മാത്രമേ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൽ നിന്നും എടുക്കുന്നുള്ളൂ. റിമൈനിങ് പേഴ്സണൽ ആർ റിക്രൂട്ടഡ് ബൈ ദി ആർമി. ബാക്കി 25% ആൾക്കാരെയും ആർമി തന്നെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അതായത് ഓഫീസർ കേഡറിൽ 100% പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉള്ളവരെടുക്കുമ്പോൾ മറ്റ് കേഡറുകളിൽ 75% പേരെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 25% പേരെ ആർമി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പോസ്റ്റ് ഓഫീസസ് അണ്ടർ APS. അപ്പോൾ ആർമി പോസ്റ്റ് ഓഫീസസിൻ്റെ അണ്ടറിൽ വരുന്ന APSൻ്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റ് ഓഫീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് 1 CBPO. CBPO എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബേസ് പോസ്റ്റ് ഓഫീസ്. 2 സെൻട്രൽ ബേസ് പോസ്റ്റ് ഓഫീസുകളാണ് ഇന്ത്യയിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് 56 APO, ന്യൂഡൽഹി. അപ്പോൾ APO എന്ന് പറഞ്ഞാൽ ആർമി പോസ്റ്റൽ സർവീസ് എന്നാണ് അർത്ഥം. 56 APO എന്ന് പറയുന്നത് ഒന്നാമത്തെ സെൻട്രൽ ബേസ് പോസ്റ്റ് ഓഫീസ് അഥവാ 1 CBPO ആണ്. അതുപോലെ 2 CBPO അല്ലെങ്കിൽ 99 APO, ഇത് കൊൽക്കത്തയിലാണുള്ളത്. ഇത് രണ്ടാമത്തെ സെൻട്രൽ ബേസ് പോസ്റ്റ് ഓഫീസ് അഥവാ 2 CBPO ആണ്. ഇനി 56, 99 ഈ നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നുന്നുണ്ടാവും. ഈ APSൻ്റെ അണ്ടറിൽ വരുന്ന പിൻകോഡുകളെല്ലാം 9 അല്ലെങ്കിൽ 9 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 CBPOയുടെ പിൻകോഡ് എന്ന് പറയുന്നത് 900056. അപ്പോൾ ലാസ്റ്റ് 56 വരുന്നതുകൊണ്ടാണ് അതിനെ 56 APO എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊൽക്കത്തയിലെ 2 CBPOയുടെ പിൻകോഡ് എന്ന് പറയുന്നത് 900099 ആണ്. അതുകൊണ്ട് തന്നെ 2 CBPOയെ 99 അല്ലെങ്കിൽ 99 APO എന്നും പറയുന്നുണ്ട്. അടുത്തത് ഫീൽഡ് പോസ്റ്റ് ഓഫീസസ് FPO ഹാവ് ദി സ്റ്റാറ്റസ് ഓഫ് സബ് ഓഫീസേഴ്സ്. അപ്പോൾ ഈ 2 CBPO കൂടാതെ ഈ 2 CBPO അല്ലെങ്കിൽ 1 CBPO അല്ലെങ്കിൽ 2 CBPO ഇത് രണ്ടും കൂടാതെ APSൽ ഉള്ള മറ്റൊരു ടൈപ്പ് ഓഫ് പോസ്റ്റ് ഓഫീസാണ് ഫീൽഡ് പോസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിലെ സബ് പോസ്റ്റ് ഓഫീസിലേതിന് സമാനമായിട്ടുള്ള സ്റ്റേറ്റസ് ആയിരിക്കും ഈ ഫീൽഡ് പോസ്റ്റ് ഓഫീസേഴ്സിന് ഉണ്ടാവുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥലത്തായിരിക്കത്തില്ല പ്രവർത്തിക്കുക. ആർമി ട്രൂപ്സിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഒക്കെ അനുസരിച്ചുകൊണ്ട് ഫീൽഡ് പോസ്റ്റ് ഓഫീസുകളുടെ ലൊക്കേഷനും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതിന് ഫംഗ്ഷൻ അണ്ടർ CBPOs. അപ്പോൾ CBPOs അതായത് 56 APO അല്ലെങ്കിൽ 99 APOയുടെ അണ്ടറിലായിരിക്കും ഈ ഫീൽഡ് പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുക. സെർവ് ആംഡ് ഫോഴ്സസ് ഇൻ വേരിയസ് ലൊക്കേഷൻസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേരിയസ് ലൊക്കേഷൻസിലായിരിക്കും ഫീൽഡ് പോസ്റ്റ് ഓഫീസുകൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. ആർമഡ് ഫോഴ്സസിൻ്റെ നീഡ്സ് അനുസരിച്ചിട്ട് ഇതിൻ്റെ ലൊക്കേഷൻസ് ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഓർഗനൈസേഷൻ എന്ന സെക്ഷനിൽ ഒന്നാമത്തെ ക്ലോസായ കൺട്രോൾ എന്ന ഭാഗത്ത് നിന്നും പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്ലോസ് അതായത് ടൈപ്പ് ഓഫ് പോസ്റ്റ് ഓഫീസസ് നോക്കാം.